ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഫിനിക്സ് എക്സലൻസ് ഇൻ സ്റ്റഡീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 സുവോളജിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള അനിമൽ കിങ്ഡം ആണ്. ഈ ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് കണ്ടപ്പോൾ തന്നെ പലരും ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ തീരുമാനിച്ചാണോ അല്ലേ? ബട്ട് ഇതൊരു ലെങ്തി ചാപ്റ്റർ ആണെങ്കിലും സെലക്ട് ചെയ്ത് പഠിച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫുൾ മാർക്സും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യത്തെ 3 ഫോക്കസ് ഏരിയ ടോപ്പിക്സ് കവർ ചെയ്യാം. ആദ്യം തന്നെ ഫുൾ ഫോക്കസ് ചെയ്ത ടോപ്പിക്സ് എടുത്തിട്ട് നിങ്ങളെ കൺഫ്യൂസ് ആക്കുന്നില്ല. നമുക്ക് ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് ഈ ചാപ്റ്റർ പഠിച്ചെടുക്കാം. സോ അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫോക്കസ് ചെയ്ത ടോപ്പിക്സ് ആണ് സിമെട്രി, ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ, സീലോം. ഓക്കെ, സിമെട്രി, ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ, സീലോം. ഓക്കെ, ഈ 3 ടോപ്പിക്സ് ഇന്ന് നമുക്ക് പഠിച്ചു തീർക്കാം. ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ഈ ചാപ്റ്റർ ആരും സ്കിപ്പ് ചെയ്യരുത്, ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ സിമ്പിളും ആണ്. മോർ ദാൻ 10 മാർക്സ് ഈ ചാപ്റ്ററിൽ നിന്ന് മാത്രം നമുക്ക് കിട്ടും. സോ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, സോ നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ഫോക്കസ് ഏരിയ ടോപ്പിക്കായ സിമെട്രിയാണ്. അനിമൽസിന് നമുക്ക് സിമെട്രിയുടെ ബേസിസിൽ 3ആയിട്ട് തരംതിരിക്കാം: അസിമെട്രി, റേഡിയൽ സിമെട്രി ആൻഡ് ബൈലാറ്ററൽ സിമെട്രി. ഒന്നും കൂടെ പറയാം, അനിമൽസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ സിമെട്രി. സിമെട്രിയുടെ ബേസിസിൽ 3ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? അസിമെട്രി, റേഡിയൽ സിമെട്രി ആൻഡ് ബൈലാറ്ററൽ സിമെട്രി. ഓക്കെ, സോ ഫസ്റ്റ് വൺ അസിമെട്രി. എന്താണ് അസിമെട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹിയർ ദ ബോഡി കനോട്ട് ബി ഡിവൈഡഡ് ഇൻറ്റു 2 ഈക്വൽ ഹാഫ്സ് ഇൻ എനി പ്ലെയിൻ. ഒരു ഓർഗാനിസത്തിന് ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും ഈക്വൽ ഹാഫ്സ് കിട്ടില്ല എങ്കിൽ അത്തരത്തിലുള്ളവയെ വിളിക്കുന്ന പേരാണ് അസിമെട്രി. ഹിയർ ദ ബോഡി കനോട്ട് ബി ഡിവൈഡഡ് ഇൻറ്റു 2 ഈക്വൽ ഹാഫ്സ് ഇൻ എനി പ്ലെയിൻ. ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ഫൈലം പോറിഫെറ. ഫൈലം പോറിഫെറയാണ് അസിമെട്രിക്ക് എക്സാമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് റേഡിയൽ സിമെട്രി. When any plane passing through the central axis of the body divides the organism into 2 equal halves, then the symmetry is called radial symmetry. അതായത് റേഡിയൽ സിമെട്രിയിൽ സെൻട്രൽ ആക്സിസിൽ കൂടെ ഏത് പ്ലെയിൻ പാസ് ചെയ്താലും അത് ആ ഓർഗാനിസത്തിന് 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഏത് പ്ലെയിൻ പാസ് ചെയ്താലും സെൻട്രൽ ആക്സിസിൽ കൂടെ ഏത് പ്ലെയിൻ പാസ് ചെയ്താലും അത് ആ ഓർഗാനിസത്തിന് 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നത് ഫൈലം സീലൻഡറേറ്റ, ഫൈലം സ്റ്റീനോഫോറ, ഫൈലം എക്കൈനോഡെർമേറ്റ, ഇതൊക്കെയാണ്. ഓക്കെ, ഫൈലം സ്റ്റീനോഫോറ, ഫൈലം സീലൻഡറേറ്റ ആൻഡ് ഫൈലം എക്കൈനോഡെർമേറ്റ. ഓക്കെ, ഇനി മൂന്നാമത്തത് ബൈലാറ്ററൽ സിമെട്രി. ബൈലാറ്ററൽ സിമെട്രി, ഇവിടെ ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിയെ നമുക്ക് ഐഡൻറ്റിക്കൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിയെ ഐഡൻറ്റിക്കലായിട്ടുള്ള ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷേ ഒരേ ഒരു പ്ലെയിനിൽ കൂടെ മാത്രമേ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. ഒരേ ഒരു പ്ലെയിനിൽ കൂടെ മാത്രമേ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഹിയർ ദ ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2 ഐഡൻറ്റിക്കൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ്സ് ഇൻ ഓൺലി 1 പ്ലെയിൻ. ദ ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ഐഡൻറ്റിക്കൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ്സ് ഇൻ ഓൺലി 1 പ്ലെയിൻ. അതിന് എക്സാമ്പിൾസ് പറയുന്നത് ഫൈലം അനിലിഡ ആൻഡ് ഫൈലം ആർത്രോപോഡ. ഫൈലം അനിലിഡയും ഫൈലം ആർത്രോപോഡയാണ് ഇതിന് എക്സാമ്പിൾസ്. ഓക്കെ, സോ നമ്മൾ സിമെട്രിയുടെ ബേസിസിൽ ഓർഗാനിസത്തിനെ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു. ഏതൊക്കെയാണ്? അസിമെട്രി, റേഡിയൽ സിമെട്രി ആൻഡ് ബൈലാറ്ററൽ സിമെട്രി. ഓക്കെ, അസിമെട്രി, റേഡിയൽ സിമെട്രി ആൻഡ് ബൈലാറ്ററൽ സിമെട്രി. അസിമെട്രി എന്താണ്? ഹിയർ ദ ബോഡി കനോട്ട് ബി ഡിവൈഡഡ് ഇൻറ്റു 2 ഈക്വൽ ഹാഫ്സ് ഇൻ എനി പ്ലെയിൻ. എക്സാമ്പിൾ എന്തായിരുന്നു? ഫൈലം പോറിഫെറ, അത് ഓർത്തെടുക്കുക, ഫൈലം പോറിഫെറ. അടുത്ത റേഡിയൽ സിമെട്രി, അതെന്തായിരുന്നു? വെൻ എനി പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെൻട്രൽ ആക്സിസ് ഓഫ് ദ ബോഡി ഡിവൈഡ്സ് ദ ഓർഗാനിസം ഇൻറ്റു 2 ഐഡൻറ്റിക്കൽ ഹാഫ്സ്. സെൻട്രൽ ആക്സിസിൽ കൂടെ പാസ് ചെയ്യുന്ന പ്ലെയിൻ ആ ബോഡിയെ ഈക്വൽ ആയിട്ടുള്ള ഐഡൻറ്റിക്കൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിന് എക്സാമ്പിളായിരുന്നു സീലൻഡറേറ്റ, സ്റ്റീനോഫോറ, എക്കൈനോഡെർമേറ്റ. ഓക്കെ, ഇനി അടുത്തത് ബൈലാറ്ററൽ സിമെട്രി. ഹിയർ ദ ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ഐഡൻറ്റിക്കൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ്സ് ഇൻ ഓൺലി 1 പ്ലെയിൻ. ഐഡൻറ്റിക്കലായിട്ടുള്ള ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, പക്ഷേ അത് ഒറ്റ പ്ലെയിനിൽ കൂടെ മാത്രമേ അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് എക്സാമ്പിളാണ് ഫൈലം ആനിലിഡയും ഫൈലം ആർത്രോപോഡയും. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ നമ്മുടെ സെക്കൻഡ് ഫോക്കസ് ഏരിയ ടോപ്പിക്കായ ജേം ലെയേഴ്സിലേക്ക് കിടക്കുകയാണ്. ജേം ലെയേഴ്സിൻ്റെ ബേസിസിൽ ഓർഗാനിസത്തിനെ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം: ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസും ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസും. ഓക്കെ, ആനിമൽസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ജേം ലെയേഴ്സ്: ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ്. സോ ഫസ്റ്റ് വൺ ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ്. എന്താണ് ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ്?
Animals in which the cells are arranged in two embryonic layers, an external ectoderm and an internal endoderm, are called diploblastic animals. സെൽസിനെ രണ്ട് എംബ്രിയോണിക് ലെയേഴ്സായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന അനിമൽസിനെയാണ് നമ്മൾ ഡിപ്ലോബ്ലാസ്റ്റിക് അനിമൽസ് എന്ന് പറയുന്നത്. രണ്ട് ലെയേഴ്സായിട്ട് അറേഞ്ച് ചെയ്തിരിക്കും. ഏതാണ് ആ രണ്ട് ലെയേഴ്സ്? എക്സ്റ്റേണൽ അഥവാ ഔട്ടർ എക്ടോഡേമും ഇൻറ്റേർണൽ അഥവാ ഇന്നർ എൻഡോഡേമും ആണ് ആ രണ്ട് ലെയേഴ്സ്. ഓക്കെ, ഇനി രണ്ട് ലെയേഴ്സിൻ്റെയും ഇടയിൽ അൺഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള ഒരു ലെയർ കാണും. അതാണ് മീസോഗ്ലേ. An undifferentiated layer, mesoglea, is present between the ectoderm and the endoderm. ഓക്കെ, ഇത് ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസത്തിന് എക്സാമ്പിൾസ് ആണ് ഫൈലം സീലൻഡ്രേറ്റയും ഫൈലം സ്റ്റീനോഫോറയും. ഫൈലം സീലൻഡ്രേറ്റ ആൻഡ് ഫൈലം സ്റ്റീനോഫോറ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ്. എന്താണ് ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ്? ഡെവലപ്പ് ചെയ്ത് വരുന്ന എംബ്രിയോയിൽ 3 ജെർമിനൽ ലെയേഴ്സ് ഉള്ള അനിമൽസിനെയാണ് നമ്മൾ ട്രിപ്ലോബ്ലാസ്റ്റിക് അനിമൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ദോസ് അനിമൽസ് ഇൻ വിച്ച് ദ ഡെവലപ്പിംഗ് എംബ്രിയോ ഹാസ് 3 ജെർമിനൽ ലെയേഴ്സ് സച്ച് ആസ് എക്ടോഡേം, എൻഡോഡേം ആൻഡ് മീസോഡേം ആർ കോൾഡ് ട്രിപ്ലോബ്ലാസ്റ്റിക് അനിമൽസ്. ട്രിപ്ലോബ്ലാസ്റ്റിക് അനിമൽസിൽ 3 ജെർമിനൽ ലെയേഴ്സാണ് ഉള്ളത്. ഔട്ടർ എക്ടോഡേം, മിഡിൽ മീസോഡേം ആൻഡ് ഇന്നർ എൻഡോഡേം. ഇവിടെ മീസോഡേം ലെയർ എൻഡോഡേമിൻ്റെയും എക്ടോഡേമിൻ്റെയും ഇടയിലാണ് കാണപ്പെടുന്നത്. ഹിയർ ദ മീസോഡേം ഈസ് ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ ദ എക്ടോഡേം ആൻഡ് എൻഡോഡേം. ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഫൈലം പ്ലാറ്റിഹെൽമിന്തിസ് ടു കോഡേറ്റ. ഫൈലം പ്ലാറ്റിഹെൽമിന്തിസ് തൊട്ട് ഫൈലം കോഡേറ്റ വരെയുള്ള എല്ലാ ഫൈലംസും ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസിന് എക്സാമ്പിൾസാണ്. ഓക്കെ, സോ നമ്മൾ ജേം ലെയേഴ്സിൻ്റെ ബേസിസിലും ആനിമൽസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ് ആ രണ്ട് ക്ലാസിഫിക്കേഷൻ? ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസും ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസും. ഓക്കെ, ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് എന്ന് പറയുമ്പം 2 എംബ്രിയോണിക് ലെയേഴ്സായിട്ട് അറേഞ്ച് ചെയ്യും. സെല്ലിനെ 2 എംബ്രിയോണിക് ലെയേഴ്സായിട്ട് അറേഞ്ച് ചെയ്തവയെ ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് എന്ന് പറഞ്ഞു. അതേതൊക്കെയാണ്? ഔട്ടർ എക്ടോഡേം, ഇന്നർ എൻഡോഡേം, അടുത്ത് മിഡിലിൽ അൺഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ളൊരു ലെയർ ഉണ്ട്, അതാണ് മിഡിൽ മീസോഗ്ലേ. ഓക്കെ, 2 ലെയേഴ്സായിട്ട് അറേഞ്ച് ചെയ്തു. എക്സ്റ്റേണൽ അഥവാ ഔട്ടർ എക്ടോഡേം, ഇൻറ്റേർണൽ അഥവാ ഇന്നർ എൻഡോഡേം. അടുത്ത് നടുക്ക് അൺഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ളൊരു ലെയർ ഉണ്ട്, അതാണ് മീസോഗ്ലേ. എക്സാമ്പിൾസ് ഓഫ് ഫൈലം സീലൻഡ്രേറ്റും ഫൈലം സ്റ്റീനോഫോറയും. അടുത്ത ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ്. അതെന്ന് വെച്ചാൽ ഡെവലപ്പിംഗ് എംബ്രിയോയിൽ 3 ജെർമിനൽ ലെയേഴ്സ് കാണപ്പെടുന്നു. ഔട്ടർ എക്ടോഡേം, മിഡിൽ മീസോഡേം ആൻഡ് ഇന്നർ എൻഡോഡേം. 3 ലെയേഴ്സ്: ഔട്ടർ എക്ടോഡേം, മിഡിൽ മീസോഡേം ആൻഡ് ഇന്നർ എൻഡോഡേം. അവിടെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഫൈലം പ്ലാറ്റിഹെൽമിന്തിസ് മുതൽ ഫൈലം കോഡേറ്റ വരെയുള്ള എല്ലാ ഫൈലമും ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസിന് എക്സാമ്പിളാണ്. സോ ഇത്രയും നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ തേർഡ് ഫോക്കസ് ഏരിയ ടോപ്പിക്കായിട്ടുള്ള സീലോമിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കുകയാണ്, എന്താണ് സീലോം? എന്താണ് സീലോം? ബോഡി ക്യാവിറ്റിക്കും ഗട്ടിനും ഇടയ്ക്കുള്ള ക്യാവിറ്റിയെ വിളിക്കുന്ന പേരാണ് സീലോം. ദ ക്യാവിറ്റി പ്രസൻറ്റ് ബിറ്റ്വീൻ ദ ബോഡി വാൾ ആൻഡ് ഗട്ട് ഈസ് കോൾഡ് സീലോം. ദ ബോഡി ക്യാവിറ്റി ഈസ് ലൈൻഡ് ബൈ മീസോഡം. അതുപോലെ തന്നെ ഈ ബോഡി ക്യാവിറ്റി എന്തുകൊണ്ടാണ് ലൈൻ ചെയ്തിരിക്കുന്നത്? മീസോഡം കൊണ്ടാണ് ഈ ബോഡി ക്യാവിറ്റി ലൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ സീലോമിൻ്റെ ബേസിസിൽ നമുക്ക് അനിമൽസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സീലോമിൻ്റെ ബേസിസിൽ അനിമൽസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: എസീലോമേറ്റ്, സ്യൂഡോസീലോമേറ്റ് ആൻഡ് സീലോമേറ്റ്സ്. എസീലോമേറ്റ്, സ്യൂഡോസീലോമേറ്റ്സ് ആൻഡ് സീലോമേറ്റ്സ് എന്നിങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എസീലോമേറ്റ്. എന്താണ് എസീലോമേറ്റ്? സീലോം ഇല്ലാത്ത അനിമൽസിനെയാണ് നമ്മൾ എസീലോമേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അനിമൽസ് വിത്തൗട്ട് സീലോം ഈസ് കോൾഡ് എസീലോമേറ്റ്. അതിന് എക്സാമ്പിൾസ് ആണ് ഫൈലം പോറിഫെറ, സ്നിഡേറിയ, സ്റ്റീനോഫോറ, പ്ലാറ്റിഹെൽമിന്തിസ്. ഓക്കെ, പോറിഫെറ, സ്നിഡേറിയ, സ്റ്റീനോഫോറ, പ്ലാറ്റിഹെൽമിന്തിസ്. ഇത് ഇത്രയാണ് അതിൻ്റെ എക്സാമ്പിൾസ്. സീലോം ഇല്ലാത്തവയാണ് എസീലോമേറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് പോറിഫെറ, സ്നിഡേറിയ, സ്റ്റീനോഫോറ, പ്ലാറ്റിഹെൽമിന്തിസ്. ഓക്കെ, ഇനി സെക്കൻഡ് സ്യൂഡോസീലോമേറ്റ്സ്. ചില അനിമൽസിൽ ബോഡി ക്യാവിറ്റി മീസോഡം കൊണ്ട് ലൈൻ ചെയ്തിരിക്കില്ല. പകരം ഈ എക്ടോഡേമിൻ്റെയും എൻഡോഡേമിൻ്റെയും ഇടയ്ക്ക് മീസോഡം സ്കാറ്റേർഡ് ആയിട്ടുള്ള പൗച്ചസ് ആയിട്ട് കാണപ്പെടും. ഇങ്ങനത്തെ ബോഡി ക്യാവിറ്റിയെ സ്യൂഡോസീലോം എന്നും ഇത് പ്രോസസ്സ് ചെയ്യുന്ന ആനിമൽസിന് സ്യൂഡോസീലോമേറ്റ്സ് എന്നും വിളിക്കും. ഓക്കെ, ഇൻ സം ആനിമൽസ് ദ ബോഡി ക്യാവിറ്റി ഈസ് നോട്ട് ലൈൻഡ് ബൈ മീസോഡം. Instead, the mesoderm is present as scattered pouches in between the ectoderm and endoderm.
മീസോഡം കാണില്ല, പക്ഷേ എക്ടോഡെർമിൻ്റെയും എൻഡോഡെർമിൻ്റെ ഇടയ്ക്ക് മീസോഡം സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ട് കാണപ്പെടും. ഓക്കെ, such a body cavity is called pseudocoelom and the animals possessing them are called pseudocoelomates. ഇങ്ങനത്തെ ബോഡി ക്യാവിറ്റിയെ സ്യൂഡോസീലോം എന്നും ഇത് പൊസസ് ചെയ്യുന്ന ആനിമൽസിന് സ്യൂഡോസീലോമേറ്റ്സ് എന്നും വിളിക്കും. ഓക്കെ, ഇതിന് എക്സാമ്പിൾസ് ആണ് ഫൈലം ആസ്ഹെൽമിന്തിസ്. ഇനി അടുത്തത് സീലോമേറ്റ്സ്. ആനിമൽസ് പോസസിങ് സീലോം ആർ കോൾഡ് സീലോമേറ്റ്സ്. സീലോം ഉള്ള ആനിമൽസിനെയാണ് സീലോമേറ്റ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് അനിലിഡ്സ്, മൊളിസ്കസ്, ആർത്രോപോഡ്സ്, എക്കൈനോഡെർമ്സ്, ഹെമികോഡിഡ്സ് ആൻഡ് കോഡിഡ്സ്. സീലോം പോസസ് ചെയ്യുന്ന ആനിമൽസിനെ സീലോമേറ്റ്സ് എന്ന് വിളിക്കുന്നു. അതിന് എക്സാമ്പിൾസ് ആണ് അനിലിഡ്സ്, മൊളിസ്കസ്, ആർത്രോപോഡ്സ്, എക്കൈനോഡെർമ്സ്, ഹെമികോഡിഡ്സ് ആൻഡ് കോഡിഡ്സ്. സിമ്പിൾ അല്ലേ? സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ബോഡി വാളിനും ഗട്ടിനും ഇടയ്ക്കുള്ള ക്യാവിറ്റിയെ വിളിക്കുന്ന പേരാണ് സീലോം. എന്താണ്? ദ ക്യാവിറ്റി പ്രസൻറ്റ് ബിറ്റ്വീൻ ദ ബോഡി വാൾ ആൻഡ് ഗട്ട് ഈസ് കോൾഡ് സീലോം. ബോഡി ക്യാവിറ്റി മീസോഡം കൊണ്ടാണ് ലൈൻ ചെയ്തിരിക്കുന്നത്. ദ ബോഡി ക്യാവിറ്റി ഈസ് ലൈൻഡ് ബൈ മീസോഡം. പിന്നെ സീലോമിൻ്റെ ബേസിസിൽ അനിമൽസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. സീലോം ഇല്ലാത്തവയെ എസീലോമേറ്റ് എന്നും, സ്യൂഡോസീലോം അല്ലെങ്കിൽ ഫാൾസ് സീലോം ഉള്ളവരെ സ്യൂഡോസീലോമേറ്റ്സ് എന്നും, സീലോം ഉള്ളവരെ സീലോമേറ്റ്സ് എന്നും പറഞ്ഞു. ഓക്കെ, സീലോമേറ്റ് എന്ന് വെച്ചാൽ നോ സീലോം, അവിടെ സീലോമേ ഇല്ല. സ്യൂഡോസീലോമേറ്റ്സ് എന്ന് വെച്ചാൽ സീലോം ഉണ്ട്, പക്ഷെ അവിടെ മീസോഡം സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അടുത്ത് സീലോമേറ്റ്സ് എന്ന് വെച്ചാൽ അവിടെ സീലോം ഉണ്ട്, ട്രൂ സീലോമാണ്. ഓക്കെ, ഇത്രയുമേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ചെയ്യുന്നത് എല്ലാവർക്കും ഇത്രയും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുപോലെ തന്നെ ഇതിനു മുൻപ് നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോക്കസ് ഏരിയ ക്ലാസ്സസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ക്ലാസ്സസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കല്ലേ. സോ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ. Thank you. Stay home, stay safe. Have a nice day.